ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അരണ്യകാണ്ഡത്തിലെ 37-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കൽ. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു, മാരീചനെ വീണ്ടും രാവണൻ സന്ദർശിക്കുകയും ചില കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കേട്ടു. തശ്രുത്വാ രാക്ഷസേന്ദ്രസ്യ വാക്യം വാക്യവിശാരദ പ്രത്യുവാച മഹാതേജ മാരീചോ രാക്ഷസേശ്വരം. രാക്ഷസരാജാവിൻ്റെ വാക്കുകളൊക്കെ കേട്ട് വാക്യവിശാരദനായിരിക്കുന്ന മഹാതേജസ്വിയായിരിക്കുന്ന മാരീചൻ രാക്ഷസേശ്വരനായിരിക്കുന്ന രാവണനോട് മറുപടി പറയുകയാണ്. രാജാവേ, എപ്പോഴും പ്രിയം പറയുന്നവർ ധാരാളമായിട്ട് ഉണ്ടാകും. സുലഭ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ തുപഥ്യസ്യ വക്താശ്രോതാ ച ദുർലഭ. എന്നാൽ അപ്രിയമാണ് എങ്കിലും നല്ലത് പറയുന്നവനും കേൾക്കുന്നവരും വളരെ വിരളവുമാണ്. ചപലനും ചാരരഹിതനുമായിരിക്കുന്ന നീ മഹാവീര്യവാനും ഗുണോന്നതനും മഹേന്ദ്രവരണോപമനുമായിരിക്കുന്ന രാമനെ അറിയുന്നില്ല എന്ന് നിശ്ചയമാണ്. കുഞ്ഞേ, ഭൂമിയിലുള്ള രാക്ഷസന്മാർക്കെല്ലാം ക്ഷേമമുണ്ടാകുമോ? രാമൻ സംക്രുദ്ധനായി കഴിഞ്ഞാൽ ലോകത്തെ രാക്ഷസരഹിതമാക്കി തീർക്കുകയില്ലേ? നിന്റെ ജീവിതത്തെ ഒടുക്കാനായിട്ട് തന്നെ ജനിച്ചവളല്ലേ ജനകപുത്രി? സീത മൂലമായിട്ട് നിനക്ക് ആപത്ത് വരികയില്ലേ? അഭിത്വാം ഈശ്വരം പ്രാപ്യ കാമവൃത്തം നിരങ്കുശം ന വിനശ്യേൽപുരീ ലങ്കാത്വയാ സരാക്ഷസാഹ. താൻ തോന്നിയും തരം കെട്ടവനുമായിരിക്കുന്ന നിന്നെ നായകനായി കിട്ടിയതിനാൽ ലങ്കാപുരി രാക്ഷസന്മാരോടൊത്ത് നശിക്കുകയില്ലേ? നിന്നെപ്പോലെ ദുഷ്ടതയും ദുശീലവും ദുർമന്ത്രവും തോന്നിവാസവും ചേർന്ന മന്നവനും തനിക്കും നാട്ടുകാർക്കും നാടിനും നാശമുണ്ടാക്കുന്നവനാണ്. അവൻ പിതാവിനാൽ പരിത്യക്തനല്ല, മര്യാദയില്ലാത്തവനല്ല, ലുപ്തനല്ല, ദുസ്വഭാവിയല്ല, ക്ഷത്രിയ വാംസനുമല്ല. കൗസല്യാനന്ദവർദ്ധനായിരിക്കുന്ന അവര് ധർമ്മഗുണഹീനനല്ല, തീഷ്ണനല്ല, ജീവജാലങ്ങളിൽ ഒന്നിനും അനിഷ്ടം ചെയ്യുന്നവനുമല്ല രാമൻ. കുഞ്ഞേ, കൈകേയിയാൽ വഞ്ചിതനായിരിക്കുന്ന അച്ഛനെ കണ്ട് ധാർമ്മികനായിരിക്കുന്ന രാമൻ അദ്ദേഹത്തെ താൻ സത്യവാക്കാക്കും എന്ന് നിശ്ചയിച്ചുകൊണ്ട് വനത്തിലേക്ക് പോന്നവനാണ്. കൈകേയിയുടെയും പിതാവായിരിക്കുന്ന ദശരഥൻ്റെയും പ്രിയകാമാർത്ഥമായിക്കൊണ്ട് ഹിത്വാ രാജഞ്ച ഭോഗാംശ പ്രവിഷ്ടോദണ്ഡകാനനം. നാടും സുഖങ്ങളുമൊക്കെ വെടിഞ്ഞ് രാമൻ ദണ്ഡക വനത്തിലേക്ക് പ്രവേശിച്ചു. ന രാമകർക്കശസ്താത. ആ രാമൻ കർക്കശനല്ല, വിദ്വാനല്ല, അജിതേന്ദ്രിയനുമല്ല. അവന് അസത്യം കേട്ടുകൂടാ. നീ ഇങ്ങനെ പറഞ്ഞതൊട്ടും ശരിയല്ല. രാമൻ ശരീരം ധരിച്ച ധർമ്മവും സാധുവും സത്യപരാക്രമനും ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ സകല ലോകങ്ങളുടെയും രാജാവുമാണ്. അവനിൽ നിന്ന് എങ്ങനെയാണ് സീതയെ നീ കവരാമെന്ന് കരുതുന്നത്? ഒരിക്കലും സൂര്യനിൽ നിന്ന് പ്രകാശത്തെ കവരുവാനായിട്ട് സാധ്യമല്ല. രാമനാകുന്ന ആ ജ്വലിക്കുന്ന തീയില് നീ ഒരിക്കലും ചെന്ന് ചാടരുത്. വില്ലാകുന്ന വിളർന്നെരിയുന്ന വായ തുറന്നവനാണ് രാമൻ. വില്ലും അമ്പും ധരിച്ചവനാണ്. ആ രാമനെ, അന്തകനെ നീ നാടും സുഖവും പ്രിയപ്പെട്ട ജീവിതവുമൊക്കെ വെടിഞ്ഞ് നേരിടരുത്. ആ ജനകാത്മജ ആരുടേതാണോ അവൻ്റെ പ്രഭാവം അപ്രമേയമാണ്. വനത്തിൽ രാമൻ്റെ വില്ല് രക്ഷിക്കുന്ന അവളെ കവരുവാനായിട്ട് നീ സമർത്ഥനല്ല. സീതയെ അപഹരിക്കുക അസാധ്യമാണ്. ആ മഹാപ്രഭാവൻ്റെ പ്രിയയും സുമധ്യമവുമായിരിക്കുന്ന വൈദേഹി സീത കത്തിക്കാളുന്ന തീയിൻ്റെ ജ്വാല പോലെയാണ്. കിമുദ്യമമിമം വ്യർത്ഥം കൃത്വാ തേ രാക്ഷസാധിപ. രാക്ഷസാധിപ, നീ എന്തിനാണ് ഈ പാഴ്വേല ചെയ്യുന്നത്? ദൃഷ്ടശ്ചേൽ ത്വം രണേ തേന തദന്തം തവ ജീവിതം. രണത്തില് നീ അവൻ്റെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് നിന്റെ ജീവിതവും തീർന്നു. അത്യന്തം ദുർലഭമായിരിക്കുന്ന ജീവിതവും സുഖവും രാജ്യവും ഏറെ നാൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ വിഭീഷണാദികളായിരിക്കുന്ന
ധർമ്മിഷ്ഠരായിരിക്കുന്ന മന്ത്രിമാരോടെല്ലാം ആലോചിച്ച് സ്വയം തീർപ്പ് വരുത്തി ഗുണദോഷങ്ങളുടെ ബലവും അബലവുമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെയും രാമൻ്റെയും ശക്തി എത്ര എന്ന് നേരായിട്ട് മനസ്സിലാക്കി നന്മ എന്താണ് എന്ന് നിശ്ചയിച്ച് തക്കതായത് ചെയ്യുക. കോസല രാജപുത്രനോട് അടരാടുന്നത്, യുദ്ധം ചെയ്യുന്നത് നിനക്ക് നന്മയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉചിതവും യുക്തവുമായിരിക്കുന്ന ഉത്തമവുമായിരിക്കുന്ന ഈ വാക്ക് നീ വീണ്ടും കേൾക്കുക. അപ്പോൾ ഇങ്ങനെ തന്നോട് രാവണൻ പറഞ്ഞതിന് മാരീചൻ്റെ മറുപടിയാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.